ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, വിഷു കഴിഞ്ഞ് ഓണാവാറായി. പക്ഷെ ഇപ്പോഴാണ് വിഷുവിൻ്റെ ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ രാവിലെ തന്നെ എണീച്ച് അമ്പലത്തിൽ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ പോണത് മനാമയിലെ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാനും ഏച്ചിയും കോടയൊക്കെ പിടിച്ചിട്ടാണ് പോണത്. അച്ഛനും അമ്മയും ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഇതാ അവർ രണ്ടുപേരൂടെയാണ് പോണത്. ഇപ്പോൾ വെയിലൊന്ന് തണലായിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് അമ്പലം കേട്ടോ. അവിടെ വരാത്തവർ വന്ന് നോക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വരാൻ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കുറേ പ്രാവൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു, നല്ല കാലൊക്കെ ചൂടുണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ നല്ല രസമാണ് ഇതിൻ്റെ വർക്കൊക്കെ കാണാൻ, പുറത്തത്തെ വർക്കൊക്കെ കാണാൻ. ആൻഡ് സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. താഴെയും പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട്. ഫസ്റ്റ് മുകളിൽ കയറിയിട്ടാണ് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കാറ്. അതിൻ്റെ ഉള്ളത്തിൽ വീഡിയോ എടുക്കാൻ അലൗഡഡ് അല്ല. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങുന്ന വീഡിയോ ആണ് എൻ്റെ കയ്യിലുള്ളത്. കാരണം അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞു, ചന്ദനം തൊട്ടു, ആൻഡ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ പുറത്തത്തെ ഇവിടെ പ്രാർത്ഥിക്കാൻ പോവാണ്. ഇവിടെ 3 ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. ശിവനുണ്ട്, പിന്നെ കൃഷ്ണനുണ്ട്, പിന്നെ തുളസിത്തറേൻ്റെ ഒരിതുണ്ട്, പിന്നെ അപ്പുറത്തേക്ക് ആൽമരാണെന്ന് തോന്നുന്നു, അതുമുണ്ട്. അപ്പോൾ ഞാനവിടെ ശിവൻ്റെ അവിടെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ രാവിലെ കണിയൊക്കെ കണ്ടതിന് ശേഷമാണ് ഇവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ അത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. മുന്നേ ഞങ്ങൾ വരുമ്പോൾ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടാവാറായിരുന്നു. ഇന്ന് കുറച്ച് ആൾക്കാർ കുറവാണ്. ഇതാ ഞാൻ പറഞ്ഞ പ്രാവ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു പ്രാവിന്. പറക്കുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിടിക്കുമ്പോഴേക്ക് പറന്നൊക്കെ തിരിച്ച് വന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ആൻഡ് വീട്ടിലേക്ക് എത്തുമ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. അതിന് ശേഷം സദ്യ എല്ലാം റെഡിയാക്കി. ഇതായിരുന്നു ഞങ്ങളെ സദ്യ. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം.